ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സ് വലിയ പ്രതീക്ഷകളോടുകൂടി സ്വന്തമാക്കിയ സൂപ്പർ താരമാണ് നോവ സദോയ്. ആ പ്രതീക്ഷകളോട് നീതി പുലർത്താൻ അദ്ദേഹത്തിന് തുടക്കത്തിലൊക്കെ കഴിഞ്ഞിരുന്നു. മികച്ച പ്രകടനമായിരുന്നു അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നടത്തിയിരുന്നത്. മിക്ക മത്സരങ്ങളിലും മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. പക്ഷേ സീസണിന്റെ അവസാനത്തിൽ കാര്യങ്ങൾ മാറി മറിയുകയായിരുന്നു. നോവ സെൽഫിഷാണ് എന്നുള്ള ആരോപണങ്ങൾ അദ്ദേഹത്തിന് നേരെ ഉയർന്നു. മാത്രമല്ല, അഡ്രിയാൻ ലൂണയുമായി ബന്ധപ്പെട്ട ആ ഒരു പ്രശ്നം അത് നോവയുടെ പ്രതിച്ഛായക്ക് കോട്ടം തട്ടിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഏതായാലും നോവയുടെ ഈ സീസണിലെ കണക്കുകൾ കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെ ഒഫീഷ്യലായി കൊണ്ട് പുറത്തുവിട്ടിരുന്നു. നമുക്ക് ആദ്യം അതൊന്ന് പരിശോധിക്കാം. നോവ ഈ സീസണിൽ ആകെ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി 19 മത്സരങ്ങളാണ് ISL കളിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് 7 ഗോളുകൾ നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതിനു പുറമെ 5 അസിസ്റ്റുകൾ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. അതായത് 12 ഗോൾ പങ്കാളിത്തങ്ങൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. ആകെ 1437 മിനിറ്റുകളാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത്. 55 ഷോട്ടുകൾ ഉതിർക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ 38 ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ താരത്തിന് സാധിച്ചിട്ടുണ്ട്. ആകെ 937 ടച്ചുകളാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ഇതാണ് നോവ സദോയുടെ ഒരു കണക്ക് വരുന്നത്. കണക്കുകൾ നോക്കുമ്പോൾ അദ്ദേഹം മോശമല്ലാത്ത ഒരു പ്രകടനം നടത്തിയിട്ടുണ്ട്. ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഏറ്റവും മികച്ച പ്രകടനം നടത്തിയ താരങ്ങളിൽ ഒരാൾ അത് നോവ സദോയ് തന്നെയാണ്. പക്ഷെ അദ്ദേഹത്തെ നിലനിർത്തണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ആരാധകർക്കിടയിൽ ഇപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. നോവ ടീമിന്റെ ആ ഒരു സന്തുലിതാവസ്ഥ തെറ്റിക്കുന്നുണ്ട്, ബാലൻസ് തെറ്റിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഒഴിവാക്കണം എന്ന് ആവശ്യപ്പെടുന്ന ചില ആരാധകരുണ്ട്. അതേസമയം നോവയെ നിലനിർത്തണം, അദ്ദേഹം ഒരു മികച്ച താരമാണ്, അദ്ദേഹം മത്സരത്തിന്റെ ഗതി തന്നെ നിർണ്ണയിക്കുന്ന താരമാണ് എന്ന അഭിപ്രായക്കാരും സജീവമാണ്. ഏതായാലും നോവയുടെ ഭാവിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.